തിരുനിണമൊഴുകും കാൽവരി കേറാ, നിർമ്മലരായി സ്നേഹിതരായി തീരാ. ദൈവദൂതരണി നിരക്കുന്നു, ദൈവനാളം മിഴി തുറക്കുന്നു. ഞാനാകും മെഴുതിരിയുരുകിയാലേ ദൈവത്തിൻ തിരുഹിതം തെളിയൂ. ഞാനാകും മെഴുതിരിയുരുകിയാലേ ദൈവത്തിൻ തിരുഹിതം തെളിയൂ. എന്നിൽ നിന്ന പ്രഭ കൈമാറിയാലേ നമ്മളായി നവസമൂഹമാകൂ. അവിടുത്തെ അജഗണമാകൂ. പെസഹ കുഞ്ഞാടിൻ ബലിയിൽ അണയാം ഭക്ത്യാദരവാ. തിരുനിണമൊഴുകും കാൽവരി കേറാ, നിർമ്മലരായി സ്നേഹിതരായി തീരാ. ദൈവദൂതരണി നിരക്കുന്നു, ദീപനാളം മിഴി തുറക്കുന്നു. പ്രിയമുള്ളവരെ, എല്ലാവർക്കും സുപ്രഭാതം. നമ്മൾ ഈശോയുടെ സാന്നിധ്യത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഈ നല്ല ദിവസം ഈശോ നമുക്ക് നൽകി നമ്മെ എല്ലാവരെയും അവിടുത്തെ സന്നിധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. നമ്മെ അനുഗ്രഹിക്കുവാൻ, നമ്മുടെ നിയോഗങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങൾ അത് അവിടത്തേക്കും കൂടി ഇഷ്ടമാണെങ്കിൽ സാധിച്ചു തരുവാൻ, നമ്മെ ആശീർവദിക്കുവാൻ ഈശോ ഇത സ്ഥാനധനായിട്ട് നമ്മളോടൊപ്പമായിരിക്കുന്നു. നമുക്ക് നമ്മുടെ നന്ദി പറയാം. ഒപ്പം നമ്മുടെ എല്ലാ നിയോഗങ്ങളും ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ലോകമെങ്ങുമുള്ള എല്ലാ രോഗികളെയും നമുക്ക് ഓർക്കാം, സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അവരെ ശുശ്രൂഷിക്കുന്ന ആരോഗ്യപാലകർ, ഡോക്ടേഴ്സ്, നഴ്സുമാർ, അങ്ങനെ തുടങ്ങിയ എല്ലാ ആരോഗ്യ പ്രവർത്തകരെയും ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിച്ച് അവരെല്ലാം സൗഖ്യപ്പെടുത്തണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഒപ്പം ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന, വിവാഹ വാർഷികം ആഘോഷിക്കുന്ന വ്യക്തികളുണ്ട് നമ്മുടെ ഇടവക കുടുംബത്തിൽ നിന്നും. വിവാഹ വാർഷികം ആഘോഷിക്കുന്ന 2 ദമ്പതികളാണ് നമ്മുടെ ഇടവക കുടുംബത്തിൽ നിന്നുമുള്ളത്. ചെറിയപള്ളി തോമസും പങ്കാളി ട്രീസയും, അതുപോലെ തന്നെ കാഞ്ഞിരത്തിങ്കൽ ലൈസനും പങ്കാളി റിൻറ്റുവും. അതുപോലെ ജന്മദിനം ആഘോഷിക്കുന്ന 3 സഹോദരങ്ങളാണ് നമ്മുടെ ഇടവക കുടുംബത്തിൽ നിന്നുമുള്ളത്. കുരിയാച്ചൻ ചന്തങ്കരി, മലമേൽ പുലക്കാവിൽ സെബി, നടുവത്തെ താഴത്ത് സൂരജ്. ഇവരുടെ എല്ലാം ജീവിതത്തിൽ ദൈവം നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് അവരോടൊപ്പം നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്കും ഈ വ്യക്തികൾക്കും എല്ലാം ആവശ്യമായ അനുഗ്രഹങ്ങൾക്കായിട്ട് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളെല്ലാ നിയോഗങ്ങളും സമർപ്പിച്ച് ഈ ബലി വിശുദ്ധിയോടെ അർപ്പിച്ച് ഈ ദിവസം ആരംഭിക്കുവാൻ ദൈവമേ ഞങ്ങളെല്ലാവരും ശക്തരാക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളെല്ലാ പാപങ്ങളും ഏറ്റുപറഞ്ഞ ഈശോയുടെ മുമ്പിൽ നമുക്ക് മാപ്പ് ചോദിച്ച് വിശുദ്ധ ബലി നമുക്ക് അർപ്പിക്കാം. എൻ്റെ ദൈവമേ, ഏറ്റവും നല്ലവനും എല്ലാവരെയും സ്നേഹിക്കപ്പെടുവാൻ യോഗ്യനുമായ അങ്ങേക്കെതിരായി പാപം ചെയ്തു പോരാ. പൂർണ്ണഹൃദയത്തോടെ ഞങ്ങൾ സമർപ്പിക്കുകയും പാപങ്ങളെ വെറുക്കുകയും ചെയ്യുന്നു. അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു. എൻ്റെ പാപങ്ങളാൽ എൻ്റെ ആത്മാവിനെ ശുദ്ധമാക്കിയതിനാലും സ്വർഗ്ഗത്തെ നഷ്ടപ്പെടുത്തി നരകത്തിനാലും ഞാൻ ഖേദിക്കുന്നു. അങ്ങയുടെ പ്രസാദ സഹായത്താൽ പാപസംഹരണം ഉപേക്ഷിക്കുമെന്നും മേലിൽ പാപം ചെയ്യുകയില്ലെന്നും ദൃഢമായി ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഏതെങ്കിലും പാപം ചെയ്യുന്നതിനേക്കാൾ മരിക്കാൻ ഞാൻ സന്നദ്ധയായിരിക്കുന്നു. ആമേൻ.
പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം, നവമൊരു പീഠമൊരുക്കിടാം. ഗുരുവിൻ സ്നേഹമൊടിയാകും തിരുമുൻപാകെ അണച്ചിടാം. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയോടെ ബലി അർപ്പിക്കാം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശന സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി, പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനം സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി, പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനം സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി, പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മനുഷ്യവംശത്തിന്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രൻ കാരുണ്യപൂർവ്വം നൽകിയ ദിവ്യരഹസ്യങ്ങളുടെ പരികർമ്മത്തിന് ബലഹീനരാ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. ദൈവമെന്റെ രക്ഷകൻ, ദൈവമെന്റെ നായകൻ, ദൈവമെന്റെ ആശ്രയം, ദൈവമെന്റെ സർവ്വവും. സൈന്യമെന്നേ വളഞ്ഞാലും വൈരികൾ പിന്തുടർന്നാലും ഭീതിയില്ലേരിക്കുകയും ദൈവമാണിൻ പാലകൻ. നിയതമങ്ങേ വസതിയിൽ കഴിയുവാനൻ മോഹം, മധുരമങ്ങേ മഹിമയിൽ മറയുവാനൻ ദാഹം. കണ്ണീ
ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ നന്ദി പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങളങ്ങയെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥാ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്തിനു നിത്യമഹോന്നതമാ ഉദ്ധാരം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, അങ്ങ് സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങയേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾക്കേകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിന് ഒത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എൻ്റെ സഹോദരരെ, ഉൽപ്പത്തി പുസ്തകത്തിനുള്ള വായന 17-ാം അധ്യായം 15 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ ഗുരു ആശീർവദിക്കണമേ. മിശിഹ സഹോദരി അനുഗ്രഹിക്കട്ടെ. ദൈവം അബ്രാഹത്തോട് അരുളി ചെയ്തു, നിന്റെ ഭാര്യ സാറായിയെ ഇനിമേൽ സാറായി എന്നല്ല വിളിക്കേണ്ടത്, അവളുടെ പേര് സാറ എന്നായിരിക്കും. ഞാൻ അവളെ അനുഗ്രഹിക്കും, അവളിൽ നിന്ന് ഞാൻ നിനക്കൊരു പുത്രനെ തരും. അവളെ ഞാൻ അനുഗ്രഹിക്കും, അവൾ ജനതകളുടെ മാതാവാകും. അവളിൽ നിന്ന് ജനതകളുടെ രാജാക്കന്മാർ ഉത്ഭവിക്കും. അപ്പോൾ അബ്രാഹം കമിഴ്ന്നു വീണ് ചിരിച്ചുകൊണ്ട് ആത്മകഥം ചെയ്തു, 100 വയസ്സ് തികഞ്ഞവന് കുഞ്ഞു ജനിക്കുമോ? 90 എത്തിയ സാറ ഇനി പ്രസവിക്കുമോ? അബ്രാഹം ദൈവത്തോട് പറഞ്ഞു, ഇസ്മായേൽ അങ്ങയുടെ തിരുമുൻപിൽ ജീവിച്ചിരുന്നാൽ മതി. ദൈവം അരുളി ചെയ്തു, നിന്റെ ഭാര്യ സാറ തന്നെ നിനക്കൊരു പുത്രനെ പ്രസവിക്കും. നീ അവനെ ഇസഹാക്ക് എന്ന് വിളിക്കണം. അവനുമായും അവൻ്റെ സന്തതികളുമായും ഞാൻ നിത്യമായ ഒരു ഉടമ്പടി സ്ഥാപിക്കും. ഇസ്മായിലിന് വേണ്ടിയുള്ള നിന്റെ പ്രാർത്ഥനയും ഞാൻ ചെവിക്കൊണ്ടിരിക്കുന്നു. ഞാൻ അവനെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഞാൻ അവനെ സന്താനപുഷ്ടിയുള്ളവനാക്കി അവൻ്റെ സന്തതികളെ വർദ്ധിപ്പിക്കും. അവൻ 12 രാജാക്കന്മാർക്ക് പിതാവായിരിക്കും. അവനിൽ നിന്ന് ഞാനൊരു വലിയ ജനതയെ പുറപ്പെടുവിപ്പിക്കും. എന്നാൽ സാറായിൽ നിന്ന് അടുത്ത വർഷം ഈ സമയത്ത് നിനക്ക് ജനിക്കാൻ പോകുന്ന ഇസഹാക്കുമായിട്ടാണ് എൻ്റെ ഉടമ്പടി ഞാൻ സ്ഥാപിക്കുക. അബ്രാഹത്തോട് സംസാരിച്ചു കഴിഞ്ഞ് ദൈവം അവനെ വിട്ടുപോയി. ദൈവമായ കർത്താവിന്റെ സ്തുതി. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവീകവുമായ വചനങ്ങൾ ശ്രവിക്കുവാനും ഗ്രഹിക്കുവാനും ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും പ്രകാശിപ്പിക്കുകയും വചനങ്ങളെ പാലിച്ച് ജീവിക്കുവാൻ 100 ഫലം നൽകുവാൻ ഞങ്ങളെ ശക്തരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എൻ്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ
എഫെസ്യർക്ക് എഴുതിയ ലേഖനം അധ്യായം 5 വാക്യങ്ങൾ 21 മുതൽ 33 വരെ. മിശിഹ സഹോദരനെ അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കുവിൻ. ഭാര്യമാരെയും നിങ്ങൾ കർത്താവിനെ എന്നതുപോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. എന്തെന്നാൽ ക്രിസ്തു തൻ്റെ ശരീരമായ സഭയുടെ ശിരസ്സായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാണ്. ക്രിസ്തു തന്നെയാണ് ശരീരത്തിൻ്റെ രക്ഷകനും. സഭ ക്രിസ്തുവിന് വിധേയരായിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. ഭർത്താക്കന്മാരെ, ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കുവാൻ വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. ഇതാ അവളെ കറയോ ചുളിവോ മറ്റ് കുറവുകളോ ഇല്ലാതെ മഹത്വപൂർണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാരെ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്ന പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. ക്രിസ്തു സഭയെ എന്നതുപോലെ അവൻ അതിനെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എന്തെന്നാൽ നാം അവൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. ഈ കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും, അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. ഇത് വലിയൊരു രഹസ്യമാണ്. സഭയോടും ക്രിസ്തുവിനോടും ബന്ധപ്പെടുത്തിയാണ് ഇത് പറയുന്നത്. ചുരുക്കത്തിൽ നിങ്ങളിൽ ഓരോ വ്യക്തിയും തന്നെപ്പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. കുട്ടികളെ, കർത്താവിൽ നിങ്ങൾ മാതാക്കന്മാരെ അനുസരിക്കുവിൻ, അത് ന്യായയുക്തമാണ്. നിങ്ങൾക്ക് നന്മ കൈവരുന്നതിനും ഭൂമിയിൽ ദീർഘകാലം ജീവിക്കുന്നതിനും വേണ്ടി മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക. വാഗ്ദാനത്തോടു കൂടിയ ഉള്ള ഈ കൽപ്പനയാണത്രേ. പിതാക്കന്മാരെ, നിങ്ങൾ കുട്ടികളിൽ കോപം ഉളവാക്കരുത്, അവരെ കർത്താവിൻ്റെ ശിക്ഷത്തിലും ഉപദേശത്തിലും വളർത്തുവിൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മനസ്സുകളെ തിരുവചനം കേൾക്കാൻ ഒരു മനസ്സും ഹൃദയവും ഇനിയേകൂ. പ്രിയജനമേ, അതിശയകരമാകും അനുഭവമായി അവരണയുകയായി. വചനമായ വഴിവിളക്കുമായി വഴി നടന്നു വിജയാകുവിൻ. ആത്മാവിൽ അലിവു ചൊരിയുവീ, പവിഴമൊഴികളാ പരിചയണിയുവിൻ. വചനമായ വഴിവിളക്കുമായി വഴി നടന്നു വിജയാകുവിൻ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. സ്നേഹമുള്ളവരെ, നമ്മുടെ സഭയുടെ ആരാധനാക്രമം അനുസരിച്ച് ഇന്ന് പുതിയ ഒരു കാലഘട്ടം ആരംഭിക്കുകയാണ്. മംഗളവാർത്ത അല്ലെങ്കിൽ ആഗമനകാലം. നമുക്കറിയാം, നവംബർ മാസം മരിച്ചവരെ ഓർക്കുന്ന ദിവസങ്ങളായിരുന്നു. ഇനി 2 ദിവസങ്ങൾ കൂടി ഇന്ന് നാളെയുമായിട്ടത് ശേഷിക്കുന്നു. തുടർന്ന് രക്ഷകനെ സ്വീകരിക്കുവാനായിട്ട് ഒരുങ്ങേണ്ട നോമ്പുകാലം ആരംഭിക്കുകയാണ് നാളെ അർദ്ധരാത്രി മുതൽ. നമുക്കറിയാം, നമ്മൾ വായിച്ച കേട്ട 2 വചനങ്ങളിലും ഒന്ന് പഴയ ഇസ്രായേൽ ജനതയുടെ പിതാവായിട്ട് അബ്രഹത്തെയും സാറയെയും ദൈവം അനുഗ്രഹിക്കുന്നത് ആ വചനഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. വാർദ്ധക്യത്തിലും അവർക്ക് തമ്പുരാൻ്റെ പദ്ധതികൾ എങ്ങനെയാണ്, അതിന് എപ്രകാരമാണ് അവർ വിധേയരാകേണ്ടത് എന്ന് സൂചിപ്പിച്ചുകൊണ്ട്
അനേക മക്കളുടെ പിതാവായിട്ട് അബ്രഹത്തെ ഉയർത്തിക്കൊണ്ട് സാറയെയും ഉയർത്തിക്കൊണ്ട് ദൈവം തൻ്റെ പദ്ധതികൾ അറിയിക്കുന്ന വചനഭാഗമാണ്. ഒരുപക്ഷെ നമുക്ക് അത്ഭുതമുഖമായിരിക്കാം, അതിശയമായിരിക്കാം, ഇതെങ്ങനെയാണ് ദൈവത്തിൻ്റെ പദ്ധതികൾ നമ്മുടെ ജീവിതത്തിൽ എപ്രകാരമായിരിക്കുമെന്നതിനെക്കുറിച്ച് നമുക്ക് യാതൊരു നിശ്ചയവുമില്ല. പുതിയ നിയമത്തിലേക്ക് ലേഖനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, നമ്മൾ ഈ ലോക ജീവിതത്തിലുള്ള ഒരു പ്രത്യേകത കുടുംബങ്ങൾ ഭൗതികമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവം ആദിയിൽ പുരുഷനും സ്ത്രീയുമായിട്ട് മനുഷ്യരെ സൃഷ്ടിച്ചുവെന്നും അവർ ഒന്നാകുവാനായിട്ട് ആഗ്രഹിച്ച ദൈവം വിവാഹമെന്ന കൂദാശ സ്ഥാപിച്ചുവെന്നുമൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് വചനഭാഗത്ത്. അങ്ങനെയുള്ള ഭൗതികമായ തരത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ മനുഷ്യ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ നമ്മളിപ്പോൾ കാണുന്ന ഒരു കുടുംബ ജീവിതമാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുക, അല്ലെങ്കിൽ അവരുടെ ദമ്പതികളെയാണ് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുക. എപ്രകാരമാണ് ആ ദമ്പതികൾ ജീവിക്കേണ്ടത്, എന്താണ് അവരോട് ദൈവം ആഗ്രഹിക്കുന്നത്, ദൈവം അവരെക്കുറിച്ച് പദ്ധതി എന്താണ് എന്ന് വ്യക്തമാക്കുകയാണ്. ഇനി നമ്മൾ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ ഈ രക്ഷകനെ സ്വീകരിക്കുവാൻ ഒരുങ്ങുന്ന കാലഘട്ടമാണ് ഇനി വരാൻ പോകുന്നത് എന്ന് ഞാൻ സൂചിപ്പിച്ചുവെങ്കിൽ, ആ രക്ഷകനെ സ്വീകരിക്കുവാൻ ദൈവജനത്തെ ഒരുക്കുവാനായിട്ട് ഈ ഭൂമിയിലേക്ക് മനുഷ്യനായിട്ട് അവതരിച്ച് രൂപം സ്വീകരിച്ച തമ്പുരാന്റെ പദ്ധതികളിൽ നിറവേറ്റുവാനായിട്ട് പൂർത്തീകരിക്കുവാനായിട്ട് കടന്നു വന്ന സ്നാപക യോഹന്നാന്റെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പാണ് നമ്മൾ ശ്രവിക്കുക. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ പദ്ധതികൾ അത് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം. നമ്മളെക്കുറിച്ചുള്ള, എന്നെയും നിങ്ങളെയും കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾ, ഒരു പ്ലാനുണ്ട്, ഒരു പദ്ധതിയുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ നിറവേറണം. അത് ലോകത്തിൻ്റെ മുഴുവനും രക്ഷകനായിട്ട് ജനിക്കുവാനിരിക്കുന്ന ആ രക്ഷകനെ സ്വീകരിക്കുവാൻ സ്നാപക യോഹന്നാനെ അതിനുവേണ്ടി ഒരുക്കുവാനായിട്ട് ദൈവം തീരുമാനിച്ചു. അതിനായിട്ട് തിരഞ്ഞെടുത്ത ദമ്പതികളായിരുന്നു എലിസബത്തും സക്രിയായും. അപ്പോൾ അവരിലൂടെ ദൈവത്തിൻ്റെ പദ്ധതികൾ, അല്ലെങ്കിൽ സ്നാപക യോഹന്നാനിലൂടെ ദൈവത്തിൻ്റെ പദ്ധതികൾ പൂർത്തീകരിക്കപ്പെടുവാനായിട്ട് ആ സ്നാപക യോഹന്നാൻ ഈ ഭൂമിയിലേക്ക് വന്ന് ജനങ്ങളെ ഒരുക്കുകയായിരുന്നു. അതെ, നമ്മളും ഇനി ഒരുങ്ങാനുള്ള കാലഘട്ടമാണ് ഈ നോയമ്പുകാലം. 25 നോയമ്പുകാലം നമ്മെ ഓർമ്മപ്പെടുത്തുക. പ്രിയമുള്ളവരെ, നമുക്ക് ഇപ്രകാരം ദൈവത്തിൻ്റെ പദ്ധതികൾ തിരിച്ചറിയുവാനും ആ പദ്ധതികൾക്ക് മുമ്പിൽ നമ്മളെ തന്നെ വിധേയപ്പെടുത്തുവാനും നമുക്ക് പരിശ്രമിക്കാം. അബ്രഹാമും സാറയും ചെയ്തതുപോലെ, പുതിയ നിയമത്തിലെ സക്രിയായും എലിസബത്തും ചെയ്തതുപോലെ ദൈവത്തിൻ്റെ ഇഷ്ടം, തൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റിക്കൊണ്ട് പുത്രനായ ക്രിസ്തു ഈ ലോകത്തെ മനുഷ്യനായിട്ട് അവതരിച്ച് തൻ്റെ ജീവൻ സമർപ്പിച്ച് ഈ ലോകത്തെ മുഴുവനും രക്ഷ നൽകിയതുപോലെ നമുക്കും ദൈവത്തിൻ്റെ പദ്ധതികൾ തിരിച്ചറിയുവാനും അത് നമ്മിലൂടെ പൂർത്തീകരിക്കുവാനും നമുക്ക് പരിശ്രമിക്കാം, ആഗ്രഹിക്കാം. അതിനുള്ള കൃപ നമുക്ക് ബുദ്ധിയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് തിരുവചനം നമുക്ക് ശ്രമിക്കാം. ലൂക്കയുടെ സുവിശേഷം അധ്യായം 1:5 മുതൽ തിരുവചനങ്ങൾ. ഹെറോദസ് യൂദയ രാജാവായിരുന്ന കാലത്ത് അബിയായുടെ ഗണത്തിൽ സഖറിയ എന്ന ഒരു പുരോഹിതൻ ഉണ്ടായിരുന്നു. അഹറോവിൻ്റെ പുത്രിമാരിൽപ്പെട്ട എലിസബത്ത് ആയിരുന്നു അവൻ്റെ ഭാര്യ. അവർ ദൈവത്തിൻ്റെ മുമ്പിൽ നീതിനിഷ്ഠരും കർത്താവിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റം അറ്റ വിധം അനുസരിക്കുന്നവരുമായിരുന്നു. അവർക്ക് മക്കളുണ്ടായിരുന്നില്ല. എലിസബത്ത് വന്ധ്യയായിരുന്നു. ഇരുവരും പ്രായം കവിഞ്ഞവരുമായിരുന്നു. തൻ്റെ ഗണത്തിന് നിശ്ചയിക്കപ്പെട്ടിരുന്ന ക്രമമനുസരിച്ച് ദൈവസന്നിധിയിൽ ശുശ്രൂഷ ചെയ്തു വരവേ പൗരോഹിത്യ വിധിപ്രകാരം കർത്താവിൻ്റെ ആലയത്തിൽ പ്രവേശിച്ച് ധൂപം സമർപ്പിക്കുവാൻ സക്രിയായിക്ക് കുറി വീണു. ധൂപാർപ്പണ സമയത്ത് സമൂഹം മുഴുവൻ വെളിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ കർത്താവിൻ്റെ ദൂതൻ ധൂപപീഠത്തിൻ്റെ വലതുവശത്ത് നിൽക്കുന്നതായി അവന് പ്രത്യക്ഷപ്പെട്ടു. അവനെ കണ്ട് സക്രിയ അസ്വസ്ഥനാവുകയും ഭയപ്പെടുകയും ചെയ്തു. ദൂതൻ അവനോട് പറഞ്ഞു, സക്രിയ, ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. നിന്റെ ഭാര്യ എലിസബത്തിൽ നിനക്ക് ഒരു പുത്രൻ ജനിക്കും. നീ അവന് യോഹന്നാൻ എന്ന് പേരിടണം. നിനക്ക് ആനന്ദവും സന്തുഷ്ടിയും ഉണ്ടാകും. അനേകർ അവൻ്റെ ജനനത്തിൽ ആഹ്ലാദിക്കുകയും ചെയ്യും. കർത്താവിൻ്റെ സന്നിധിയിൽ അവൻ വലിയവനായിരിക്കും. വീഞ്ഞോ മറ്റു ലഹരി പാനീയങ്ങളോ അവൻ കുടിക്കുകയില്ല. അമ്മയുടെ ഉദരത്തിൽ വച്ചു തന്നെ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറയും. ഇസ്രായേൽ മക്കളിൽ വളരെ പേരെ അവരുടെ ദൈവമായ കർത്താവിലേക്ക് അവൻ തിരികെ കൊണ്ടുവരും. പിതാക്കന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും
അനുസരണമില്ലാത്തവരെ നീതിമാന്മാരുടെ വിവേകത്തിലേക്കും തിരിച്ചുവിടുവാനും സജ്ജീകൃതമായ ഒരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കുവാനും ഏലിയായുടെ ചൈതന്യത്തോടും ശക്തിയോടും കൂടെ അവൻ കർത്താവിൻ്റെ മുമ്പേ പോകും. സക്കറിയ ദൂതനോട് ചോദിച്ചു, ഞാനിത് എങ്ങനെ അറിയും? ഞാൻ വൃദ്ധനാണ്, എൻ്റെ ഭാര്യ പ്രായം കവിഞ്ഞവളുമാണ്. ദൂതൻ മറുപടി പറഞ്ഞു, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാണ്. നിന്നോട് സംസാരിക്കുവാനും സന്തോഷകരമായ ഈ വാർത്ത നിന്നെ അറിയിക്കുവാനും ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നു. യഥാകാലം പൂർത്തിയാക്കേണ്ട എൻ്റെ വചനം അവിശ്വസിച്ചതുകൊണ്ട് നീ മൂകനായി തീരും. ഇവ സംഭവിക്കുന്നതുവരെ സംസാരിക്കുവാൻ നിനക്ക് കഴിയുകയില്ല. നമ്മുടെ കർത്താവായ മിശിഹായ്ക്കും സ്തുതി. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ നിന്ന് കർത്താവായ മിശിഹായെ എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ മിശിഹായെ എഴുന്നള്ളി വരണമേ. ആദത്തിന്റെ പാപം മൂലം അധംപതിച്ച മനുഷ്യർക്ക് രക്ഷകനായി വാഗ്ദാനം ചെയ്യപ്പെട്ട മിശിഹായെ ഞങ്ങൾക്ക് പാപമോചനവും രക്ഷയും നൽകുവാൻ എഴുന്നള്ളി വരണമേ. കർത്താവായ മിശിഹായെ എഴുന്നള്ളി വരണമേ. പൂർവ്വപിതാക്കന്മാർ പ്രത്യാശയോടെ പാർത്തിരുന്ന മിശിഹായെ കൃപാവരങ്ങൾ നൽകി തിരുസഭയെ ധന്യമാക്കുവാൻ എഴുന്നള്ളി വരണമേ. കർത്താവായ മിശിഹായെ എഴുന്നള്ളി വരണമേ. ജനപദങ്ങളുടെ കർത്താവും സമാധാനത്തിന്റെ രാജാവുമായ മിശിഹായെ സമസ്ത ലോകത്തിനും വിശിഷ്യ ഞങ്ങളുടെ മാതൃരാജ്യത്തിനും നിന്റെ ശാന്തിയും സമാധാനവും നൽകുവാൻ എഴുന്നള്ളി വരണമേ. കർത്താവായ മിശിഹായെ എഴുന്നള്ളി വരണമേ. ലോകത്തിന്റെ പ്രകാശവും മനുഷ്യവർഗത്തിന്റെ ഗുരുനാഥനുമായ മിശിഹായെ സകല ജനങ്ങളെയും പ്രത്യേകിച്ച് ഭാരതത്തിലെ ഞങ്ങളുടെ എല്ലാ സഹോദരങ്ങളെയും സുവിശേഷ ദീപ്തിയാൽ പ്രകാശിപ്പിക്കുവാൻ എഴുന്നള്ളി വരണമേ. കർത്താവായ മിശിഹായെ എഴുന്നള്ളി വരണമേ. മനുഷ്യാവതാരം വഴി മനുഷ്യവംശത്തെ മഹത്വമണിയിച്ച മിശിഹായെ ഞങ്ങളുടെ കുടുംബങ്ങളെ ദിവ്യസ്നേഹ ചൈതന്യത്താൽ ധന്യമാക്കുവാൻ എഴുന്നള്ളി വരണമേ. കർത്താവായ മിശിഹായെ എഴുന്നള്ളി വരണമേ. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. നിശബ്ദമായിട്ട് നമ്മുടെ ഓരോരുത്തരുടെ വ്യക്തിപരമായ മറ്റെല്ലാ നിയോഗങ്ങളും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ചും എല്ലാ രോഗികളെയും. കർത്താവേ, ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളെ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ്ങ് കാരുണ്യാതിരകത്തെ തിരഞ്ഞെടുത്ത അങ്ങയുടെ അച്ചകടമായ ജനം മുഴുവൻ്റെയും കടങ്ങളുടെ വൃദ്ധിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സകലത്തിൻ്റെയും നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകി കളയട്ടെ. അങ്ങയുടെ ആരാധ്യമായ തൃത്വത്തെ എപ്പോഴും എന്നേക്കും ഞങ്ങൾ സ്തുതിക്കും. നമ്മുടെ രക്ഷയ്ക്കു വേണ്ടി തന്റെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉദ്ധാനത്തിന്റെയും ഓർമ്മയാചരിക്കുവാൻ കൽപ്പിക്കുകയും ചെയ്ത മിശിഹ തന്റെ കൃപയാലും അനുഗ്രഹത്താലും ഈ കുർബാന നമ്മുടെ കരങ്ങളിൽ സ്വീകരിക്കുമാറാകട്ടെ. ആമേൻ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, മിശിഹായുടെ മഹത്വമേറിയ രണ്ടാമത്തെ ആഗമനം മനസ്സുദീർഘവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ ബലി അർപ്പിക്കപ്പെടണമെന്ന കൽപ്പന അനുസരിച്ച് വിശുദ്ധ ബലിപീഠത്തിൽ സജ്ജീകരിക്കപ്പെടുന്നു. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. താതനും അതുപോലാത്മജനും ദിവ്യറുഹായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മാറിയൗസേപ്പിനെയും സാദരമൂർത്തിയിടാ പാവനമീ ബലിയിൽ സുതനുടെ പ്രേക്ഷിതരേ, ഏകജ സ്നേഹിതരേ, ശാന്തി ലഭിച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. സർവശക്തനും പിതാവുമായ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യമദൃശ്യമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു.
ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വസൃഷ്ടിക്കുമുള്ള അന്തർജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശ്വരമിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യത്തിലുള്ള സത്യവും പിതാവിനോട് സത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സന്താനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവാൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിനെ വലത്തുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിതവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യവും ജീവിതാവുമായ ഏകപരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്നേഹവും സാർവത്രികമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള മാമോദീസായും ശരീരത്തിന്റെ ഉറപ്പും നിത്യായുസ്സും ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. കർത്താവെ ആശീർവദിക്കണമേ. സഹോദരരെ, നമ്മൾ ഒരുമിച്ചർപ്പിക്കുന്ന ഈ കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അപേക്ഷ നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമർത്ഥമായ അനുഗ്രഹങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളാവുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരകത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ എന്നങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ, അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവാൻ പരസ്പരം നമുക്ക് സമാധാനമാക്കാം. മിശിഹാ കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ, ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. പൂർവപിതാവാം ഇസഹാക്ക് യാക്കോബ് എന്നിവർ തൻ ദൈവമേ നിത്യം ആരാധ്യൻ. രാജാവേ നിൻ സന്നിധിയിൽ അഖില ചരാചര കർത്താവാ ദൈവത്തിനു ബലി അർപ്പിപ്പൂ. ന്യായവുമാണതും യുക്തവുമാ, ന്യായവുമാണത് യുക്തവുമാ, ന്യായവുമാണതും യുക്തവുമാ, ന്യായവുമാണത് യുക്തവുമാ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, കർത്താവേ, ഞങ്ങളുടെ മനസ്സിനെ എല്ലാ അശുദ്ധതയിലും ദുഷ്ടതയിലും അസൂയയിലും വഞ്ചനയിലും അലസതയിലും വിദ്വേഷത്തിലും ആത്മീയ ബന്ധനങ്ങളിലും നിന്ന് വിമുക്തമാക്കണമേ. അങ്ങയുടെ കരുണയാൽ തമ്മിൽ തമ്മിലും എല്ലാവരോടും സ്നേഹവും ഐക്യവും ഞങ്ങളിൽ ഉളവാക്കണമേ. ശുദ്ധവും സജീവ
സജീവവുമായ ഈ വിശുദ്ധ കുർബാന വിശുദ്ധിയോടും വിശ്വാസത്തോടും കൂടെ അങ്ങേക്ക് അർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. ആമേൻ. പരിശുദ്ധരും രൂപകളുമായ കൃപന്മാരോടും സർപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടവിടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്നു ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. ഒലിവിൻ ചില്ലകൾ കയ്യിലേന്തിടും ജനമേ പാടിടൂ നാദനോശാന. ഒലിവിൻ ചില്ലകൾ കയ്യിലേന്തിടും ജനമേ പാടിടൂ നാദനോശാന. ദൂതവൃന്ദങ്ങളെ ഭൂനിവാസികളെ ആർത്തുപാടിടുക നാദനോശാന. ബലവാനും കർത്താവുമായവൻ സൃഷ്ടാവും രാജാവുമായവൻ മിശിഹാരാജനെന്നീ വഴി ആഗതരാകുന്നു. ഓശാന 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 ഓശാന. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരം ആകുന്നു. നിങ്ങളെല്ലാവരും ഇത് വാങ്ങി ഭക്ഷിക്കുവിൻ. ആമേൻ. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, അപ്രകാരം തന്നെ കാശിയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി സകലർക്കും വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തം ആകുന്നു. നിങ്ങളെല്ലാവരും ഇത് വാങ്ങി പാനം ചെയ്യുവിൻ. ആമേൻ. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. അവശ്യരും ക്ലേശതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ലോകമെങ്ങുമുള്ള എല്ലാ കോവിഡ് രോഗികളെയും മറ്റു രോഗികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അവരെ ശുശ്രൂഷിക്കുന്ന എല്ലാ ആരോഗ്യ പലകരെയും സമർപ്പിക്കാം.
ഞങ്ങളുടെ ഇടയിൽ നിന്നും അങ്ങയുടെ നാമത്തിൽ വേറെ പിരിഞ്ഞു പോയിട്ടുള്ള എല്ലാ മരിച്ചുപോയവർക്ക് വേണ്ടിയും മരിച്ചവരുടെ മാസമാണ്. നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും മരിച്ചുപോയിട്ടുള്ളവരെ നമുക്ക് ഓർക്കാം. ഒപ്പം ലോകമെങ്കും കോവിഡ് രോഗം മൂലവും മറ്റു രോഗങ്ങളാലുമൊക്കെ മരിച്ചുപോയിട്ടുള്ള എല്ലാവരെയും ഓർത്ത് സമർപ്പിച്ച് ആത്മശാന്തി നൽകണമെന്ന് പ്രാർത്ഥിക്കുക. അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഈ സമൂഹത്തിന് വേണ്ടിയും പ്രത്യേകമായി ഞങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗങ്ങൾക്ക് വേണ്ടിയും ആർക്കൊക്കെ വേണ്ടിയും ആരെല്ലാവും ഞങ്ങളുടെ പ്രാർത്ഥനകൾ പ്രതീക്ഷിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നവർക്കെല്ലാവർക്കും ഇന്നേ ദിവസം ജന്മദിനം ആഘോഷിക്കുന്നവർക്കും വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ദമ്പതികൾക്കും അയോഗ്യനായ എനിക്കും വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. കരങ്ങൾ കൂപ്പി ശിരസ് കുനിച്ച് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിനായി നിറവിനായി പ്രാർത്ഥിക്കാം. ആത്മാവിൻ്റെ വരദാനങ്ങളാൽ ഫലങ്ങളാൽ കൃപകളാൽ നിറയുവാൻ പരിശുദ്ധ അമ്മയെപ്പോലെയും കർത്താവിൻ്റെ രക്ഷകനെ സ്വീകരിക്കുവാനൊരുങ്ങിയ സ്രാബ യോഹന്നാൻ ജന്മം കൊടുത്ത എലിസബത്ത് സക്കറിയ ദമ്പതികളെപ്പോലെയും ഇസ്രായേൽ ജനതയുടെ മുഴുവനും പിതാവായിട്ട് ഉയർത്തിയ അബ്രഹാം സാറ ദമ്പതികളുടെയും അവരുടെ ജീവിതത്തിൻ്റെ ദൈവം നൽകിയ അവിടുത്തെ പദ്ധതികൾ ശിരസ്സ വഹിച്ചതുപോലെ നമ്മളോരുടെ ജീവിതങ്ങളിൽ ജീവൻ നൽകുന്ന പദ്ധതികൾ തമ്പുരാൻ്റെ ഇഷ്ടം തിരിച്ചറിയുവാനും അതിന് മുമ്പിൽ പൂർണ്ണമായിട്ട് നമ്മളെ വിധേയപ്പെടുത്തിക്കൊണ്ട് വിശുദ്ധമായ ജീവിതം നയിക്കുവാൻ സ്വർഗീയ ജീവിതത്തെ ലക്ഷ്യമാക്കിയുള്ള ഈ ലോക ജീവിതത്തിലേക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഈ ലോകത്തിൻ്റെതായ ആകർഷണങ്ങളും പാപത്തിൻ്റെയും തിരുമിതമായ എല്ലാ സാഹചര്യങ്ങളിൽ നിന്നും അകന്ന് വിശുദ്ധമായ ജീവിതം നയിക്കുവാനുള്ള കൃപ നൽകണമേ എന്ന് ഈ സമയം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്ന് അങ്ങേ ദാസരുടെ കൃപാരിയിൽ അവിടുന്ന് ആവസിച്ചതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും അങ്ങയെ പ്രീതിപ്പെടുത്തിയ എല്ലാവരുടെ ഒന്നിച്ച് സ്വർഗരാജ്യത്തിൻ്റെ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ അങ്ങയുടെ തിരുനാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിന് ഒത്തവിധം ഞങ്ങളോട് ദയ തോന്നണമേ. അങ്ങയുടെ കാലത്തിനനുസൃതമായി ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായ അങ്ങയുടെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ അങ്ങയ്ക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം ഭക്ഷിക്കുന്നവർ പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ജീവിതത്തിൻ്റെ സൗഭാഗ്യമേ, എന്നാത്മാവിൻ സായുജ്യമേ, ജീവിതത്തിൻ്റെ സൗഭാഗ്യമേ, എന്നാത്മാവിൻ സായുജ്യമേ, ഒരു നാളിലും പിരിയാത്ത എൻ സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ, ആരാധനാഗീതം പാടാം, ആ തിരുനാമത്തെ വാഴ്ത്താം, ഓ ദിവ്യകാരുണ്യ സ്നേഹമേ, അങ്ങേക്കൊരായിരം സ്തോത്രമേകാം, ഓ ദിവ്യകാരുണ്യ സ്നേഹമേ, അങ്ങേക്കൊരായിരം സ്തോത്രമേകാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും
പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ ഇതാ നമ്മുടെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരുവാൻ, നമ്മളോടൊപ്പമായിരിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് വിശുദ്ധ കുർബാനയായി ഇതാ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് എഴുന്നള്ളി വരികയാണ്. ആ ഈശോയെ സ്വീകരിക്കുവാൻ നമ്മുടെ ഹൃദയങ്ങളിൽ നമുക്ക് ഒരു നിമിഷം ഒരുക്കാം. സഭയുടെ അധികാരമനുസരിച്ച് കുമ്പസാരത്തെ വിശുദ്ധ കുർബാന സ്വീകരിക്കുവാനുള്ള പ്രത്യേകമായ സാഹചര്യം നമുക്കിപ്പോൾ ഇല്ലാത്തതിനാൽ ഈ വിശുദ്ധ കുർബാനയിലൂടെ നമ്മുടെ എല്ലാ പാപങ്ങളും ആത്മാർത്ഥമായിട്ട് നമ്മുടെ മുമ്പിൽ ഏറ്റുപറഞ്ഞ മാപ്പ് ചോദിക്കുന്നതിലൂടെ സഭാധികാരം ഉപയോഗിച്ചത് നമുക്ക് പാപമോചനം ലഭിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ സംസാരത്തിലും പെരുമാറ്റങ്ങളിലും ചിന്തകളിലും മനോഭാവങ്ങളിലുമൊക്കെ വന്നുപോയിട്ടുള്ള, പ്രത്യേകിച്ചും സ്നേഹത്തിന് എതിരായി വന്നുപോയിട്ടുള്ള എല്ലാ തെറ്റുകൾക്കും അവിടുത്തെ മാപ്പ് ചോദിച്ച് ഹൃദയവിശുദ്ധിയോടുകൂടി വിശുദ്ധമായ ഹൃദയത്തിലേക്ക് ഈശോയെ നമുക്ക് സ്വീകരിക്കുവാനും ഈശോ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ച ആ പ്രാർത്ഥന നമുക്ക് ഏറ്റുചൊല്ലി ഈശോയെ നമുക്ക് സ്വീകരിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിന് ഉള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹാ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കും ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. കർത്താവായ ദൈവം മനുഷ്യ സ്വഭാവം സ്വീകരിച്ച് നമ്മിലൊരുവനായി തന്റെ ശരീരവും രക്തവും ദാനം ചെയ്തുകൊണ്ട് അവിടുന്ന് നമ്മെ തന്റെ മഹത്വത്തിൽ പങ്കുകാരാക്കി. ഈ മഹാദാനം സ്നേഹപൂർവ്വം സ്വീകരിച്ചുകൊണ്ട് നല്ലവനായ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ഈശോ മിശിഹായുടെ പ്രസാദപരം അവിടുത്തെ കാരുണ്യത്താൽ എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. എപ്പോഴും എന്നേക്കും ആമേൻ. കർത്താവെ, നിന്റെ ശരീര രക്തവും നീ ഞങ്ങൾക്ക് ഭക്ഷണമായി നൽകി. നിന്റെ രാജ്യത്തിലേക്ക് നീ ഞങ്ങളെ ക്ഷണിക്കുകയും ചെയ്തു. ഒരു നിമിഷം നമുക്ക് ഈശോ സ്വീകരിക്കുവാൻ ഒരുങ്ങാം. പ്രത്യേകിച്ചും വീടുകളിലായിരിക്കുന്നവർക്ക്, ഭവനങ്ങളിലായിരിക്കുന്നവർക്ക് നേരിട്ട് വിശുദ്ധ കുർബാന സ്വീകരിക്കുവാനായിട്ട് സാധിക്കുകയില്ലല്ലോ. എങ്കിലും അരൂപയിലുള്ള ആഗ്രഹത്താലുള്ള ദിവ്യകാരുണ്യം സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കും. ചൊല്ലിത്തരുന്ന പ്രാർത്ഥനകൾ ഏറ്റുചൊല്ലിക്കൊണ്ട് ഈശോയെ അരൂപയിലുള്ള ദിവ്യകാരുണ്യത്തിലൂടെ നമുക്ക് സ്വീകരിക്കുകയും ചെയ്യാം. എൻ്റെ ഈശോയെ, അങ്ങ് ഈ ദിവ്യകൂദാശയിൽ സന്നിഹിതനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ എനിക്കിപ്പോൾ സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങിപ്പോൾ എന്റെ ഹൃദയത്തിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായും ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അങ്ങിൽ നിന്നും അകന്നു പോകുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഈശോയുടെ ശരീരവും നിത്യവും കടകണ പൊതിക്കുന്ന ജീവനും കടമായി തീരട്ടെ. ആമേൻ.
വ്യാധികളുമേറുമ്പോ ഭാരങ്ങളേറെ അലട്ടിയിടുമ്പോ ഉള്ളം തകർന്നു പിടഞ്ഞിടുമ്പോൾ നാഥാ നീ എന്നാശ്രയം. ആധിയും വ്യാധികളുമേറുമ്പോൾ ഭാരങ്ങളേറെ അലട്ടിയിടുമ്പോൾ ഉള്ളം തകർന്നു പിടഞ്ഞിടുമ്പോൾ നാഥാ നീ എന്നാശ്രയം. അപ്പമായി വന്നുവാഴും സ്വർഗരാജനീശോ. പ്രിയമുള്ളവരെ, ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. നമുക്കറിയാം, നേരത്തെ അറിയിച്ചിരുന്നതുപോലെ ഇന്ന് കുട്ടികൾക്ക് 4 പാഠങ്ങളുടെ പൂർത്തിയായ 4 പാഠങ്ങളുടെ പരീക്ഷയാണ് ഇന്ന് നടക്കുന്നത്. അതുകൊണ്ട് കുട്ടികൾക്ക് ഓൺലൈനിലൂടെയുള്ള കാറ്റഗിസം ക്ലാസ് സാധാരണ ഞായറാഴ്ചകളിൽ ഉള്ളതുപോലെ ഇന്ന് ഉണ്ടായിരിക്കുകയില്ല. ഇന്ന് നടക്കേണ്ട അറ്റൻഡ് ചെയ്യേണ്ട ക്ലാസ്സിൻ്റെ ലിങ്ക് അടുത്ത ശനിയാഴ്ച 5-ാം തീയതി അടുത്ത ശനിയാഴ്ച നിങ്ങൾക്ക് ഇട്ട് തരുന്നതാണ്. കുട്ടികൾ ആ സമയം അത് അറ്റൻഡ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കുട്ടികൾക്ക് രാവിലെ പരീക്ഷ ആരംഭിക്കും. ബന്ധപ്പെട്ട ടീച്ചേഴ്സ് നിങ്ങൾക്ക് മെസ്സേജ് ഇട്ട് കാണും, അല്ലെങ്കിൽ വിളിച്ച് പറഞ്ഞ് കാണും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ നേരിട്ട് വിളിച്ച് വീഡിയോയിലൂടെ ആയിരിക്കും, വാട്സാപ്പിൽ വീഡിയോയിലായിരിക്കും നിങ്ങൾക്ക് പരീക്ഷ നടത്തുക. എല്ലാ കുട്ടികളും അതിന് തയ്യാറെടുത്തിരിക്കുക. ഒരുപക്ഷേ പറയുന്ന സമയത്ത്, അറിയിച്ച സമയത്ത് നെറ്റിൻ്റെ പ്രോബ്ലം കൊണ്ടൊക്കെ ചിലപ്പോൾ കിട്ടാൻ വൈകിയൊന്നിരിക്കാം. അതൊരു പ്രശ്നമായിട്ടെടുക്കാതെ നിങ്ങൾ സഹകരിക്കുക. അപ്പോൾ അതുകൊണ്ട് പിന്നെ ചില കുട്ടികൾ സമയത്തിൻ്റെ ക്രമീകരണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് എല്ലാവരും മറ്റുള്ളവരൊക്കെ അതിനോട് സഹകരിച്ച് പരീക്ഷ നടത്തണമെന്ന കാര്യം ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഇത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ടീച്ചേഴ്സിനോട് അവർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അവരെ പ്രകാരമാണ് ഈ പരീക്ഷയുടെ മറ്റു കാര്യങ്ങളും ബന്ധപ്പെട്ട മറ്റ് അറ്റൻഡൻസിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതെന്നുള്ളത് ബന്ധപ്പെട്ട ടീച്ചേഴ്സിനും എല്ലാവർക്കും മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ച് ടീച്ചേഴ്സും അത് കൃത്യമായിട്ട് ഉത്തരവാദിത്വത്തോടെ ചെയ്യുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. 1-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് പരീക്ഷ നടക്കുന്നത് എന്ന കാര്യവും മറക്കാതിരിക്കുക. എല്ലാ കുട്ടികളും ഓർക്കുക. അതുപോലെ മാതാപിതാക്കന്മാരും കുട്ടികൾ ഒരുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊരു കാര്യം പറയുവാനുള്ളത്, നാളെ നമുക്കറിയാം നവംബർ മാസം മരിച്ചവരുടെ മാസത്തിൻ്റെ അവസാന ദിവസമാണ്. നമ്മൾ സാധാരണ ഈ പ്രത്യേക സാഹചര്യം ഇല്ലായിരുന്നുവെങ്കിൽ നമ്മൾ ആഘോഷമായിട്ട് ചാത്തവും ഒക്കെ നമ്മൾ നടത്തുമായിരുന്നു, കൂട്ടുദിവസം നടത്തുമായിരുന്നു. പക്ഷേ നമുക്ക് സാധിക്കുന്നില്ലാത്ത സാഹചര്യത്തിൽ ലളിതമായ രീതിയിലും എന്നാൽ അവരെ ഓർത്തുകൊണ്ട് നമ്മൾ നാളത്തെ തിരുക്രമങ്ങൾ നടത്തുകയാണ്. അതുകൊണ്ട് നാളെ രാവിലെ കുർബാന ഉണ്ടായിരിക്കുകയില്ല. വൈകിട്ട് 6 മണിക്കാണ് മരിച്ചവർക്ക് വേണ്ടിയുള്ള തിരുക്രമങ്ങൾ ആരംഭിക്കുന്നത്. വിശുദ്ധ കുർബാന അത് ദേവാലയത്തിൽ പള്ളിയിൽ വെച്ചായിരിക്കും. ആ വിശുദ്ധ കുർബാനയിൽ മുൻഗണന ഈ വർഷം കഴിഞ്ഞ നവംബർ മുതൽ ഈ നവംബർ വരെ മരിച്ചുപോയിട്ടുള്ള 13 കുടുംബങ്ങളിൽ നിന്നുള്ള വ്യക്തികളുടെ കുടുംബങ്ങളിൽ നിന്നുള്ള ആളുകൾക്കാണ് മുൻഗണന കൊടുക്കുന്നത്. കാരണം നമുക്കറിയാം ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ. അപ്പം അതുകൊണ്ട് അതനുസരിച്ച് അവർ മുൻഗണന കൊടുത്തുകൊണ്ട് മറ്റുള്ളവർ അതിനനുസരിച്ച് വരാനായിട്ട് ശ്രമിക്കുക. വരുമ്പോൾ എല്ലാവരും മാസ്ക് കൊണ്ടുവരണം. 6 മണിക്കാണ് കുർബാന ആരംഭിക്കുന്നത് എങ്കിൽ 5:30 കുർബാന സംബന്ധിക്കുവാനുള്ളവരിവിടെ എത്തിയിരിക്കണം. നിർബന്ധമാണ് കാര്യത്തിൽ. കാരണം രജിസ്ട്രേഷൻ നടത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നാളെ കൂടുതൽ ആളുകൾ ഉണ്ടാവുമെങ്കിൽ അതനുസരിച്ച് താമസം വരും. അപ്പോൾ അതുകൊണ്ട് 5:30 എല്ലാവരും എത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, രജിസ്ട്രേഷൻ നടത്തുക. അതുപോലെ നിർബന്ധമായിട്ടും പറയുന്നു, പുറത്ത് ചെരുപ്പുകൾ ഇടുന്നത് അകലം പാലിച്ച് തന്നെ ഇടണം എന്ന കാര്യം ഓർമ്മപ്പെടുത്തുന്നു. ആദ്യം വരുന്നവരായിട്ട് ചിലപ്പോൾ പോകുമായിരിക്കും. പക്ഷേ പിന്നീട് വരുമ്പോൾ നമ്മൾ ഓർക്കണം, എൻ്റെ ചെരുപ്പ് ഞാൻ ഇടാൻ ശ്രമിക്കുമ്പോൾ അതിനടുത്ത് ചെരുപ്പ് മറ്റുള്ളവരുടെ ആരുടെയെങ്കിലും ചെരുപ്പുകൾ കിടപ്പുണ്ടെങ്കിൽ ഞാൻ അത് കണ്ട് മാറ്റി ഇടാനായിട്ട് ശ്രമിക്കുക. ആ ചെരുപ്പല്ല എൻ്റെ ചെരുപ്പ്, അല്ലാണ്ട് അവിടെ കിടക്കുന്ന ചെരുപ്പെടുത്ത് മാറ്റിയിടാനല്ല.
എൻ്റെ ചെരുപ്പ് ഞാനിടാൻ പോകുമ്പോൾ എൻ്റെ ചെരുപ്പിടുമ്പോൾ അതിനടുത്ത് മറ്റൊരു ചെരുപ്പ് കിടപ്പുണ്ടെങ്കിൽ എൻ്റെ ചെരുപ്പ് ഞാൻ വീണ്ടും ഓർമ്മിക്കുക, എൻ്റെ ചെരുപ്പ് അത് വീണ്ടും മറ്റു ദൂരേക്ക് മാറ്റിയിടുക, ശ്രമിക്കുക മറ്റെവിടെയെങ്കിലും അകലം പാലിക്കാൻ. കാരണം പെട്ടെന്ന് വരുമ്പോൾ കാണുന്നത് അതാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആവശ്യമില്ലാണ്ട് വടി കൂടെ തടി മേടിക്കണ്ടല്ലോ, അതുകൊണ്ട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് കുർബാന കഴിഞ്ഞിട്ട് നമ്മൾ സെമിത്തേരിയിൽ ആഘോഷമായിട്ടുള്ള സന്ദർശനവും വെഞ്ചിരിപ്പും ഒപ്പം ചാത്തയപ്പം, അതായത് കസ്തൂരി കൊണ്ട് ചാത്തയപ്പം ഭക്ഷിച്ച് നമ്മൾ പിരിയുന്നു. ഇതാണ് നാളത്തെ പരിപാടികൾ. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ കുഴിമാടങ്ങൾ അലങ്കരിച്ച് വയ്ക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. തിരികൾ കത്തിച്ചും പൂക്കൾ വെച്ച് അലങ്കരിച്ചുമൊക്കെ കുഴിമാടങ്ങൾ അലങ്കരിക്കണം എന്ന കാര്യം ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം, കുട്ടികൾക്ക് മാത്രമല്ല ഉദ്ദേശിച്ചിട്ടുള്ളത്. ഞാനത് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. നമ്മുടെ ക്രിസ്മസ് നാളെ അർദ്ധരാത്രി മുതൽ നോയമ്പ് ആരംഭിക്കുകയാണ്. 25 നോയമ്പ് ആരംഭിക്കുകയാണ്. നാളെ 30 1-ാം തീയതി മുതലാണ്. അപ്പോൾ നമുക്കറിയാം അർദ്ധരാത്രി മുതൽ 25 നോയമ്പ് കാലം ആരംഭിക്കുന്നു. ക്രിസ്മസ് വരെ വിവാഹാദി ആഘോഷങ്ങൾ യാതൊന്നും തന്നെ അനുവദിക്കുകയില്ല, പ്രത്യേകിച്ച് ഈ സാഹചര്യം പ്രത്യേകിച്ചും. അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. നോയമ്പ് നന്നായിട്ട് നോക്കാനായിട്ട് പ്രത്യേകമായിട്ട് എല്ലാവരും പരിശ്രമിക്കുക. ഒപ്പം ഞാൻ കുട്ടികൾക്ക് പ്രത്യേകമായിട്ടാണ് ഉദ്ദേശിച്ചാണ് ഇട്ടിരിക്കുന്നത്, എങ്കിലും എല്ലാവർക്കും അത് ഉപകാരപ്പെടും. ഈ കാലഘട്ടത്തിൻ്റെയും കൂടി സാഹചര്യം അല്ലെങ്കിൽ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ച് 25 ദിവസങ്ങൾ ഓരോ ദിവസവും എപ്രകാരമാണ് ആ ഈശോയെ സ്വീകരിക്കുവാനായിട്ട് ക്രിസ്മസ് നമ്മൾ ഒരുങ്ങേണ്ടത് എന്ന് സൂചിപ്പിച്ചുകൊണ്ടുള്ള ഒരു മെസ്സേജ് ഞാൻ ഇട്ടിട്ടുണ്ട്. അത് എല്ലാ യൂണിറ്റുകളിലേക്കും ഇട്ടിട്ടുണ്ട്. ചില വ്യക്തികൾക്ക് വ്യക്തിപരൻ്റെ ഉണ്ടായില്ല നമ്പറിൽ വാട്സപ്പ് നമ്പർ ഉള്ളതിലേക്കും ഞാൻ വ്യക്തിപരമായിട്ട് ഇട്ടിട്ടുണ്ട്. കൂടാതെ ഇടവ് പള്ളിയുടെ യൂണിറ്റിലും ഓരോ യൂണിറ്റുകളിലും ഒക്കെ അത് ഇട്ടിട്ടുണ്ട്, മെസ്സേജ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നോക്കി, ഇന്നലെയാണ് ഇട്ടത്, അപ്പോൾ അത് നോക്കുക. നിങ്ങൾ നോക്കി അത് അനുസരിച്ച് എല്ലാവരും ഒരുങ്ങാനായിട്ട്, പ്രത്യേകിച്ചും കുട്ടികൾക്ക്. ഒരു പക്ഷേ കുട്ടികൾ അങ്ങനെയാണ് ഒരുങ്ങിയിട്ടുള്ളത് എന്ന് അറിയാനായിട്ട് ഒരു കോമ്പറ്റീഷൻ പോലെ ഞാനത് ഇന്ന് നാളേക്ക് ആയിട്ട് അധ്യാപകരുമായിട്ട് ആലോചിച്ചിട്ട് അത് വേണ്ട നിർദ്ദേശം ഞാൻ തരുന്നതാണ്, മെസ്സേജ് ഇടുന്നതാണ്. അപ്പോൾ അതനുസരിച്ച് കുട്ടികൾ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി കൂടിയാണ് ഇന്റേണൽ അസസ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ അവർക്ക് പ്രത്യേക സമ്മാനം കൊടുക്കാൻ സാധിക്കുമെങ്കിൽ ഞാൻ അധ്യാപകരുമായിട്ട് കൂടി ആലോചിച്ചിട്ട് അത് നിങ്ങൾക്ക് മെസ്സേജ് ഇടുന്നതാണ്. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ കുരിശുപള്ളിയിൽ കട്ടിക്കുന്ന് ഭാഗത്തുള്ളവർ സെൻറ്റ് ജോസഫ് സേക്രഡ് ഹാർട്ട് യൂണിറ്റുകാരോടൊന്ന് പറയുവാനുള്ളത്, ഞാൻ നോയമ്പുകാൻ തുടങ്ങുകയാണല്ലോ അടുത്ത ആഴ്ച വരെ. അപ്പോൾ പറ്റുമെങ്കിൽ നമുക്കറിയാം അവിടെ അച്ഛന്മാരൊക്കെ മാറി ഇപ്പോൾ സ്ഥലം മാറി വന്നിരിക്കുകയാണ്. അവരോട് ആലോചിച്ചിട്ട് അടുത്ത ഞായറാഴ്ച മുതൽ, ഞായറാഴ്ചകളുടെ മാത്രം അടുത്ത ഞായറാഴ്ച മുതൽ കുരിശുപള്ളി കാട്ടിക്കുന്ന് പള്ളിയിൽ കുർബാന ക്രമീകരിക്കാൻ സാധിക്കുമെന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ആലോചിക്കുന്നു. അപ്പോൾ അവിടുത്തെ അച്ഛന്മാരോട് ആലോചിച്ചിട്ട് ഈ സാഹചര്യത്തിൽ അവർ തയ്യാറാകുമോ എനിക്ക് അറിയത്തില്ല, എങ്കിലും നമുക്ക് ഞായറാഴ്ചകളെ മാത്രം അവിടെ കുർബാന വയ്ക്കുവാനായിട്ട് ക്രമീകരിക്കുവാനായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് 2 ഗ്രൂപ്പിലേക്കും യൂണിറ്റുകളുടെ ഗ്രൂപ്പുകളിലേക്ക് ഞാൻ മെസ്സേജ് ഇട്ട് തരുന്നതാണ്, അല്ലെങ്കിൽ ഭാരവാഹികളെ അത് വിളിച്ച് അറിയിക്കുന്നതാണ്. അതിനനുസരിച്ച് നിങ്ങളുടെ യൂണിറ്റുകളിൽ അത് അറിയിച്ച് നമ്മൾ ഈ നിബന്ധനകളൊക്കെ പാലിച്ചേ പറ്റൂ. എവിടെയാണെങ്കിലും സാനിറ്റൈസർ, രജിസ്ട്രേഷൻ, മറ്റുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ എണ്ണം, ഇക്കാര്യത്തിലൊക്കെ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ അതിന് ഒരു ഒരുക്കമായിട്ട് നമുക്കറിയാം പള്ളിയെല്ലാം അടഞ്ഞു കിടക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ അത് ഇന്നലെ ബിജു മെസ്സേജ് ഇട്ടിരുന്നു സെക്രട്ടറി യൂണിറ്റിൽ സെൻറ്റ് ജോസഫിനും അതുപോലെ തന്നെ ഇപ്പോൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഭാരവാഹികളെ തീർത്ത് പറ്റുന്നിടത്തോളം ഇന്ന് ദിവസം കൂടിയാണല്ലോ, അപ്പോൾ ദേവാലയമൊക്കെ ഇന്ന് ക്ലീൻ ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുക. പരിസരമൊക്കെ ഇടായിട്ട് കിടക്കുന്ന കാട് പിടിച്ച് കിടപ്പുണ്ടെങ്കിൽ അതൊന്ന് വൃത്തിയാക്കാനായിട്ട് 2 യൂണിറ്റിൻ്റെയും ആളുകളും ശ്രമിക്കണമെന്ന കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ അടുത്ത ഞായറാഴ്ച അത് ഞാൻ മെസ്സേജ് ഇടും. അപ്പോൾ അതനുസരിച്ചായിരിക്കും കേട്ടോ, കാരണം നമുക്ക് അനുവാദം കിട്ടുമ്പോൾ നമുക്ക് അറിയത്തില്ല ഒന്ന്. പിന്നെ നമുക്ക് വരുന്ന അച്ഛന്മാരും തയ്യാറാകുമോ എന്നുള്ള അനുസരിച്ചിരിക്കും. ഒരു പക്ഷേ നമ്മൾ മറ്റുള്ളവരൊരു പബ്ലിസിറ്റി ഇല്ല രോഗികളായിരിക്കുന്നവർ ആരൊക്കെയാണ് എവിടെയൊക്കെയാണെന്നൊക്കെ. പക്ഷേ നമുക്കറിയാം ഈ ചുറ്റുപാടുമൊക്കെ പള്ളി ചുറ്റുപാടൊക്കെ ഉണ്ട് കേട്ടോ, അറിഞ്ഞിരിക്കുക. നമ്മുടെ ഇടവക്കാരല്ലെങ്കിൽ തന്നെയും മറ്റുള്ളവരിൽ ഒത്തിരി പേര് നമ്മുടെ അങ്ങാടിയിലൊക്കെ ഈ രോഗം ബാധിച്ചവരുണ്ട്, ഒത്തിരി പേര്. ഇപ്പോൾ എല്ലാം വീടുകളിൽ തന്നെ ആയതുകൊണ്ട് നമ്മൾ അറിയില്ല. അപ്പം അതുകൊണ്ട് നമുക്ക് ചുറ്റും, ഇപ്പം എൻ്റെ വീട്, എൻ്റെ ചുറ്റും അയലൊക്കത്ത് അങ്ങനെ രോഗികളായിട്ടുള്ളവരുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഞാൻ പള്ളിയിലേക്ക് വരാനാണെങ്കിൽ പുതുസ്ഥലത്തേക്ക് പോകാൻ നമ്മൾ ഇടയാവരുത്. അത് കണ്ടെയ്ൻമെൻ്റ് ആയിട്ടാണല്ലോ കാണുക, മൈക്രോ കണ്ടെയ്ൻമെൻ്റ് ആയിട്ട് കാണുക. അപ്പോൾ നമ്മൾ അതൊന്ന് ശ്രദ്ധിക്കണം എന്ന കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഈ അവസരത്തിൽ കുർബാനയ്ക്ക് വരുമ്പോഴത്തേക്ക്. കാരണം നമ്മൾ വരുന്നു, മറ്റുള്ളവർ വരുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് വന്ന്
മറ്റുള്ളവർക്കും കൂടി അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലേക്ക് നമ്മൾ അത് ഒരു കാര്യത്തിലുണ്ടാകണം, ജാഗ്രത നമുക്കുണ്ടാവണം എന്ന കാര്യവും കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റു കാര്യങ്ങൾ ഞാൻ മെസ്സേജ് നിങ്ങൾക്ക് ഇടുന്നതായിരിക്കും. നമ്മൾ ഇനിയും തുടർന്ന് എല്ലാ ഞായറാഴ്ചകളിലും ഇതുപോലെ തന്നെ യൂണിറ്റ് അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും വിശുദ്ധ കുർബാന തുടരുക എന്ന കാര്യവും കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ അതിന് അനുസരിച്ച് ഞാൻ ഗ്രൂപ്പിലെ മെസ്സേജ് ഇടുന്നതാണ്. അപ്പോൾ ഇപ്പോൾ പോകുന്നത് പോലെ 2 യൂണിറ്റ് എന്നുള്ള രീതിയിൽ തന്നെയാണ് അടുത്ത ഞായറാഴ്ച മുതൽ അത് തുടരുക. അപ്പോൾ അതനുസരിച്ച് വരുമ്പോഴത്തേക്ക് കൃത്യമായിട്ട് 8 യൂണിറ്റ് 4 ഞായറാഴ്ച, ബാക്കി 2 യൂണിറ്റ് കാട്ടിക്കുന്നു. അപ്പോൾ ആ രീതി ക്രമീകരിക്കാൻ സാധിക്കും ഒരു പക്ഷേ. അപ്പോൾ അതനുസരിച്ച് യൂണിറ്റ് അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും നമ്മൾ തുടർന്നും വിശുദ്ധ കുർബാന ഞായറാഴ്ചകളിൽ വരുന്നതെന്ന കാര്യം ഓർമ്മപ്പെടുത്തുന്നു. ഇട ദിവസങ്ങളിൽ കുർബാനയ്ക്ക് വരുന്നവരെ ഒന്ന് വിളിച്ച് പറയാനായിട്ട് കൂടി കഴിയുമെങ്കിൽ സാധിക്കുമെങ്കിൽ പരിശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ പറയണമെന്നില്ല, നിങ്ങൾ വന്നുകൊള്ളുക. വരുമ്പോൾ ഈ പറഞ്ഞതുപോലെ 6:30 സാധാരണ ദിവസങ്ങളിൽ കുർബാന എങ്കിൽ 6:15 കഴിയുമ്പോൾ ഈ പറഞ്ഞവർ കുർബാനയ്ക്കുള്ളവർ എത്തിയിരിക്കണം. 6:30 മുമ്പ് നിർബന്ധമായിട്ടും എത്തിയിരിക്കണം. ഈ പറഞ്ഞ കോവിഡ് നിബന്ധനകളൊക്കെ പാലിക്കുവാൻ എല്ലാവരും പരിശ്രമിക്കുകയും ചെയ്യുക. നമുക്ക് എഴുന്നേൽക്കാം. കണ്ണുകളടച്ച് തമ്പുരാൻ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് നന്ദി പറയാം. രക്ഷകനെ സ്വീകരിക്കുവാനായിട്ട് മംഗളവാർത്തക്കാലം നമ്മൾ ആരംഭിച്ച് നോയമ്പുകാലം ആരംഭിക്കാൻ പോകുന്നു. നമുക്ക് നോയമ്പിൻ്റെതായ ചൈതന്യം പാലിച്ചുകൊണ്ടുമൊക്കെ ആത്മീയമായിട്ട് രക്ഷകനെ സ്വീകരിക്കുവാനായിട്ട്, ഈശോയെ സ്വീകരിക്കുവാനായിട്ട്, ക്രിസ്മസിനായിട്ട് നമുക്ക് ഒരുങ്ങാം, പ്രാർത്ഥിക്കാം. തമ്പുരാൻ്റെ വലിയ കൃപകൾക്ക് അനുഗ്രഹങ്ങൾക്ക് നമുക്ക് നന്ദി പറയാം. നമ്മുടെ തെറ്റുകൾക്കെല്ലാം അവിടുത്തെ മാപ്പ് ചോദിച്ച് നമ്മുടെ ഇടവക കുടുംബത്തെ മുഴുവനായിട്ട് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് നമ്മുടെ എല്ലാ നിയോഗങ്ങളും ഈശോയുടെ കരങ്ങളിൽ സമർപ്പിച്ച് തിരിച്ചും രോഗികളായിരിക്കുന്നവരെയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ജീവൻ നൽകും ദൈവികമാ പരിപാവനമി ബലിവഴിയായി നാഥന് സ്തുതിയും ബഹുമതിയും നമ്മൾ കാഴ്ചയണച്ചല്ലോ. പ്രീതി കലർന്ന് യുഗാന്ത്യത്തിൽ സ്വർഗീയോർശലേം നഗരത്തിൽ മാലാഖമാരുത്തുവലം ഭാഗം നമ്മൾ കരുളട്ടെ. കുരിശടയാളം വഴിയായി നാം സംരക്ഷിതരായി തീരട്ടെ, മുദ്രിതരായി ഭവിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. നമ്മൾ ഒപ്പീസ പാടി എല്ലാവർക്കും വേണ്ടി വ്യക്തിയോട് പ്രാർത്ഥിക്കുന്നു. മരിച്ചുപോയിട്ട് നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടിയിട്ട്. കരുണയുള്ള കർത്താവേ, കരയുന്നവരങ്ങ് വിളിക്കുകയും സങ്കടപ്പെടുന്നവരങ്ങ് ആശ്രയിക്കുകയും ചെയ്യുന്ന വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയാക ദാസരെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. എന്റെ കർത്താവിനെയാണ് പ്രകൃതിക്കും മഹിമയോടെ അന്തിമ വിധി നാളിൽ കർത്താവെ നീ അണയുമ്പോൾ കരുണയോടെ എന്നെ നിർത്തണമേ. നല്ല പുരത്ത് വലം ഭാഗേ ആരാധിച്ചു വണങ്ങുന്നു. അതുതാ ഞങ്ങൾക്ക് ഉദ്ധാനം രക്ഷയുമുയരും നൽകുന്നു. ആകാശവും ഭൂമിയും നിരുതാകുന്നു. ആകാശമേ ഭൂതലവും താപകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മൃതനായുസ്സും. അവരാണ് കീർത്തനങ്ങൾ പാടും മൃതരാമരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലെ. മാമോദീസ വഴിയങ്ങേ സുതരാണവരെന്നോർക്കണമേ. അവന്റെ സന്തോഷത്തിന് അവരാനന്ദിക്കും. കർത്താവേ, നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. അവരെല്ലാവരും അവശേഷിച്ചില്ല. മഴ പെയ്യുമ്പോൾ വയലുകളിൽ
വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവനുദിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ബാബാപുത്രൻ റൂഹായേ മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാ പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. ആദിമുതൽ എന്നേക്കും ആമേൻ. തെളിവായ എന്നുടെ നാഥാ നിൻ തിരുവഴിയെല്ലാം കാണുന്നു. നിരവധിയാമിൻ പാപങ്ങൾ നിരയായി എണ്ണി വിധിക്കല്ലേ. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. കർത്താവേ, അങ്ങേ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും ദയാധിക്ക ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ അങ്ങയുടെ തൃത്വത്തിന്റെ അനുഗ്രഹങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. കർത്താവേ, അങ്ങ് ആകാശത്തിലും ഭൂമിയിലും സുദൃഢനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും അങ്ങാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. കൈക്കൊള്ളണമേ ഹൃദയംഗമമാ വിശ്വാസമോടെ ദാസർ ചെയ്യും ബലിയൽ നാഥ തിരുസന്നിധിയിൽ. കൈക്കൊള്ളണമേ ഹൃദയംഗമമാ വിശ്വാസമോടെ ദാസർ ചെയ്യും ബലിയൻ നാഥ തിരുസന്നിധിയിൽ. കൈക്കൊള്ളണമേ ഹൃദയംഗമമാ വിശ്വാസമോടെ ദാസർ ചെയ്യും ബലിയൻ നാഥ തിരുസന്നിധിയിൽ. ഞാൻ അങ്ങയെ വിളിക്കുന്നു. കർത്താവേ, നീ ശബ്ദം കേൾക്കണമേ. എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. കർത്താവേ, നീ പാപങ്ങളെല്ലാം ഓർത്തിരിക്കുമെങ്കിൽ ആർക്ക് രക്ഷയുണ്ടാകും? എന്തുകൊണ്ടെന്നാൽ പാപങ്ങളുടെ മോചനം അങ്ങേ പക്കൽ നിന്നാകുന്നുവല്ലോ. കർത്താവേ, ഞാൻ ശരണപ്പെടുന്നു. എന്റെ പ്രതീക്ഷ അവിടുത്തെ വാഗ്ദാനത്തിലാവുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ കർത്താവേ, നിന്നെ ഞാൻ കാത്തിരിക്കുന്നു. പുലരിയാവൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ശരീരം കർത്താവിനെ കാത്തിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ കരുണയുള്ളവനാകുന്നു. പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. ഇസ്രായേലിന്റെ പാപങ്ങളെല്ലാം അവൻ രക്ഷിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിമുതൽ എന്നേക്കും ആമേൻ. അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു. മരിച്ചവരെ അർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ആശ്രയ ഉയർപ്പിച്ച കർത്താവേ, ആ ശബ്ദ മഹനീയമായ നീതിബുദ്ധിയുടെ ദിവസത്തിലകയുടെ ദാസരെ വിളിക്കുകയും വലുത ഭഗവത നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പുറക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. കർത്താവേ, മരിച്ചവരെ കരുണാപൂർവ്വം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. സർവശക്തനായ ദൈവമേ, വിചാരത്താലും വചനത്താലും പ്രവർത്തിയാലും അറിഞ്ഞുമറിയാതെയും മരണമടഞ്ഞു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ ചെയ്തു പോയിട്ടുള്ള അബദ്ധമായ പാപങ്ങളിൽ നിന്ന് മോചനം നൽകി നീതിമാന്മാർ വസിക്കുന്ന സ്വർഗീയ വാസത്തിലേക്ക് അവരെ നീ പ്രവേശിപ്പിക്കണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഇന്ന് വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ദമ്പതികളുണ്ട്. അതുപോലെ ജന്മദിനം ആഘോഷിക്കുന്നവർ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവർ മുന്നോട്ട് കടന്നു വരിക, ആശംസ അർപ്പിക്കുവാനായിട്ട്. ചെറിയ വിളി തോമസും ടീച്ചയും ഇടവ സമൂഹത്തിൻ്റെ എല്ലാവരുടെയും പേരിൽ ഇവർക്ക് വിവാഹ വാർഷികത്തിൻ്റെയും അതുപോലെ തന്നെ ജന്മദിനമുള്ളവർ ജന്മദിനത്തിൻ്റെയും ജന്മങ്ങൾ ആശംസിക്കുന്നു. പോലീസ് മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നാളെ രാവിലെ കുർബാനയില്ല, വൈകിട്ടാണ്. നാളെ നമ്മൾ മരിച്ചവരുടെ പ്രത്യേകമായ തിരുക്രമങ്ങൾ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വൈകിട്ട് 6 മണിക്ക് കുർബാനയ്ക്ക് വരുന്നവർ 5:30 എല്ലാവരും എത്തുകയും ചെയ്യുക.
സ്വർഗനായക കാത്തുകൊള്ളുക നീ സർവദായക വിണ്ണിൽ വാഴും നിന്റെ രാജ്യം വന്നിടേണമേ മധുരം നിന്നാമം പാവനം വാഴ്ത്തിടും നീതാ സ്വർഗനായക കാത്തുകൊള്ളുക നീ സർവദായക നീല നീലവാനിലേതോ കാവൽ മാടം തന്നിലോ നിർനിമിഷ നേത്രനായി നീ കാത്തരുൾവൂ ഞങ്ങളെ നീളെ പൂവിൻ കാതിൽ കാറ്റിൻ നീണമായി വരൂ നീ കൈക്കൊമ്പിൽ നീട്ടും പൊന്നുണ്ണിക്കും അലിവിൻ തീർത്ഥം തരൂ ദേവദൂതരോ വിൺതിരാക്കളാ ചൊരിഞ്ഞു പൊന്നൊലിവുകൾ